അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാന്യരായ ശ്രോതാക്കളെ, തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് പറയങ്ങാടിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് മുസ്ലിയാർ ഉപ്പാപ്പ സ്മാരക നൂറുൽ ഹുദ ദർസ് ഈ വർഷം പുറത്തിറക്കിയ അൽഹാദി 8 പ്രമേയം മരണാനന്തര കർമ്മങ്ങൾ എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ മയ്യിത്ത് കുളിയുടെ ഒരു പ്രാക്ടിക്കൽ വീഡിയോയാണിത്. മയ്യിത്ത് കുളി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആമുഖമായി ആദ്യം നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അല്പം പറഞ്ഞ് നമുക്ക് മയ്യിത്ത് കുളിയിലേക്ക് പ്രവേശിക്കാം. ആദ്യം ഇതുപോലെ മയ്യത്തിന് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉച്ചരിച്ചുകൊണ്ട് കണ്ണടച്ചു കൊടുക്കണം. 1-2 പ്രാവശ്യം അടച്ചു കൊടുത്താലേ കണ്ണടയുകയുള്ളൂ. പിന്നെ നമുക്ക് താടി കെട്ടി കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മയ്യത്തിന്റെ വായ തുറന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ തരണം ചെയ്യാനാണ് മയ്യത്തിന്റെ താടി കെട്ടിക്കൊടുക്കുന്നത്. അതിന് ഇതുപോലെ നടുവൽപ്പം കീറിയ ഒരു ശീലയാണ് വേണ്ടി വരുന്നത്. ഇനി കെട്ടിക്കൊടുക്കും. ഇതേ സമയം മയ്യത്തിന്റെ കാൽ രണ്ടും കെട്ടിക്കൊടുക്കേണ്ടതുണ്ട്. മയ്യത്തിന്റെ 2 തള്ളവിരലുകളും ചേർത്ത് വെച്ച് ഇപ്രകാരമാണ് കെട്ടിക്കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മയ്യത്തിന്റെ കെണിപ്പുകൾ ബലം വെക്കാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി നമുക്ക് മയ്യത്തിന്റെ കെണിപ്പുകൾ ഒന്ന് മയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. കൈകാലുകൾ അങ്ങനെ പൊന്തിച്ചും താഴ്ത്തിയും വെക്കുക. അതുപോലെ വിരലുകൾക്കിടയിലൂടെ ഇപ്രകാരം വിരലുകൾ ചേർത്ത് വെച്ച് പ്രകാരം ചെയ്യുന്നതിലൂടെ വിരലുകളുടെ കണിപ്പുകളും ഒന്ന് മയപ്പെടണം. ഇനി നമുക്ക് മരണസമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ അത് ഊരി വെക്കേണ്ടതുണ്ട്. മരണസമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ ഊരി വെച്ച് ഇതുപോലുള്ള ഒരു നേരിയ വസ്ത്രം, ഒരു നേരിയ ശീല മയ്യത്തിന്റെ മുകളിലൂടെ പ്രകാരം ഇപ്രകാരം വിരിച്ച് മയ്യത്തിനെ മൂടി വെക്കേണ്ടതുണ്ട്. ഇനി മയ്യത്തിനെ കട്ടിലിൽ കിടത്തുമ്പോൾ പായയില്ലാതെ കിടത്തുന്നതാണ് നല്ലത് എങ്കിലും പായയുണ്ട് എന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒഴിവാക്കലാണ് ഉചിതം. മയ്യത്തിന്റെ വയറിന്റെ മേൽ 60 ഗ്രാമെങ്കിലും ഭാരമുള്ള ഇതുപോലുള്ള ഒരു പൂട്ടോ ചാവിയോ അങ്ങനെ വല്ലതും വെക്കണം. ഇത് മയ്യത്തിന്റെ വയറ് വീർത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടിയാണിത്. അതുപോലെ മയ്യത്തിനെ കിടത്തേണ്ടത് മയ്യത്തിന്റെ മുഖവും മുൻഭാഗവും കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ മയ്യത്തിന്റെ വലതുഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തുകയാണ് വേണ്ടത് എന്ന് കാണിക്കും. ഇപ്രകാരം അവിടെയാണ് കിബില എന്ന് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ പ്രകാരം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഇതിന് പ്രയാസമായാൽ നാം ഇന്ന് കണ്ടുവരുന്നത് പോലെ മയ്യത്തിന്റെ കാലിന്റെ അടിഭാഗം കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ കിടത്തുകയാണ് വേണ്ടത്. ഈ സമയത്ത് ഇങ്ങനെയാണ് കിടത്തുന്നതെങ്കിൽ മയ്യത്തിനെ കിടത്തിയ കട്ടിലിന്റെ അടിഭാഗത്ത് അല്പം ഉയരമുള്ള ചെറിയ ഇഷ്ടിക പോലത്തെ എന്തെങ്കിലും വെക്കണം. കാരണം മയ്യത്തിന്റെ മുഖം അല്പം കിബിലയിലേക്ക് മുന്നിട്ട് വരുന്ന രൂപത്തിൽ കിടത്താൻ വേണ്ടിയാണിത്. ഇനി ഇതെല്ലാം ചെയ്യേണ്ടത് മയ്യത്തിനോട് ഏറ്റവും അടുപ്പമുള്ള അനുകമ്പയുള്ള ബന്ധുക്കളാണ്. ഇത് ആരൊക്കെയാണെന്ന് നമ്മുടെ അൽഹാദിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ നോക്കി ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നതിലേക്ക് പ്രവേശിക്കാം. മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്ക് ആദ്യമായി ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിന് വെള്ളം ആവശ്യമായി വരുന്നുണ്ട്, സോപ്പ്, അതുപോലെ വെള്ളം ഒഴിക്കാനുള്ള കോപ്പ, അതിനാവശ്യമായ തുണികൾ, ഗ്ലൗസ്, സുഗന്ധദ്രവ്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമായി വരും. വെള്ളം പറഞ്ഞെടുത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ വെള്ളം കടലിലെ ഉപ്പ് വെള്ളമാണ്. അത് ലഭിക്കുന്നില്ലെങ്കിൽ തണുത്ത വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാ പച്ചവെള്ളമാണ്. ചില സന്ദർഭങ്ങളിൽ മയ്യത്തിന്റെ കെണിപ്പുകൾ ബലം വെക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ ചിലപ്പോൾ മയ്യത്തിന്റെ തൊലി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി ഇളം ചൂടുള്ള വെള്ളം അനുവദനീയമാണ്, ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ 4 ഭാഗവും മുകൾ ഭാഗവും കെട്ടുറപ്പുള്ള ഒരു മുറി ആവശ്യമാണ്. ആളുകൾക്ക് എത്തിയും പാളിയും നോക്കാനുള്ള എല്ലാ പൈതങ്ങളും ഇല്ലാതാക്കപ്പെട്ട എല്ലാ ജനലുകളും മൂടപ്പെട്ടതായ ഒരു മുറി നമുക്കിതിന് അനിവാര്യമായി വരുന്നുണ്ട്.
ഇനി എങ്ങനെയാണ് മയ്യത്തിനെ കിടത്തേണ്ട രൂപം? നാം നേരത്തെ പറഞ്ഞതുപോലെ മയ്യത്തിന്റെ കാലിന്റെ അടിഭാഗം കിബിലയിലേക്ക് വരുന്ന രൂപത്തിലാണ് മയ്യത്തിനെ കിടത്തേണ്ടത്. ഇനി കിടത്തുമ്പോൾ ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തിനെ കിടത്തുക. ഖമീസ് ധരിച്ചു കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നേരത്ത് തങ്ങൾക്ക് ഖമീസ് ധരിപ്പിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഖമീസ് ധരിപ്പിക്കുമ്പോൾ വിശാലമായ ഖമീസ് ആണെങ്കിൽ ഈ ഖമീസിനുള്ളിലൂടെ കൈകൾ കടത്തിയാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്, ഉരച്ചു കേൾക്കേണ്ടത്. ഇനി വിശാലമായതല്ലെങ്കിൽ ഇതുപോലുള്ള ഖമീസിന്റെ നൂലുകൾ പൊട്ടിച്ച് അതിനുള്ളിലൂടെ കൈകൾ കിടത്തി വേണം മയ്യത്തിനെ ഉരച്ചു കേൾക്കാനും മയ്യത്തിനെ കുളിപ്പിക്കുവാനും. ഇനി മയ്യത്തിനെ കുളിപ്പിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ അവനോട് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഇത് ആരാണെന്ന് നമ്മുടെ അൽഹാദിയിൽ കൃത്യമായി പറയുന്നുണ്ട്. നാം നേരത്തെ ഉദ്ധരിച്ചു ഖമീസ് ധരിപ്പിക്കുന്ന വിഷയം. ഇനി ഖമീസ് ഇല്ലെങ്കിൽ മയ്യത്തിനെ ഇതുപോലുള്ള ഒരു നേരിയ വെള്ളമുള്ളിലേക്ക് എത്തുന്നതായ ഒരു നേരിയ തുണി കൊണ്ട് മൂടുകയാണ് വേണ്ടത്. ഇതെല്ലാം കൃത്യമായി പറയുന്നത് ഈ സമയങ്ങളിൽ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും മയ്യത്തിന്റെ ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടി നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മയ്യത്തിന്റെ ചുരുങ്ങിയ കുളിയിലേക്ക് പ്രവേശിക്കാം. മയ്യത്തിന്റെ ശരീരമാസകലം ഒരു പ്രാവശ്യം വെള്ളം വറ്റിക്കൽ കൊണ്ട് തന്നെ മയ്യത്തിന്റെ ചുരുങ്ങിയ കുളി സാധുവാകുന്നതാണ്. ഇനി മയ്യത്തിന്റെ ഉള്ളിലുള്ള നജസുകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം കുളിപ്പിക്കലാണ് സുന്നത്ത് എങ്കിലും മയ്യത്തിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള കുളി ഇങ്ങനെ കരസ്ഥമാകും. മയ്യത്തിന്റെ പരിപൂർണമായ കുളിയിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ മയ്യത്തിന്റെ നജസ്സിനെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് മയ്യത്തിന്റെ നജസ്സിനെ നീക്കം ചെയ്യുക? മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ വലതു കൈ കൊണ്ട് അല്പം പൊന്തിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ വലതു കാലിന്റെ മേൽ സാധാരണ ഇരിക്കുന്നതിനേക്കാൾ അല്പം ചാഞ്ഞ രൂപത്തിൽ ഇപ്രകാരം ഇരുത്തിക്കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ വലതു കൈയിന്റെ മേൽ ഇടതു കൈയിന്റെ മേൽ ഒരു ശീല ചുറ്റിക്കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഗ്ലൗസ് എല്ലാം വാങ്ങാൻ ലഭിക്കും. ഗ്ലൗസ് കെട്ടുന്നതാണ് ഉചിതം. ഇപ്രകാരം ഒരു ശീല കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അല്പാൽപമായി സാവധാനം മയ്യത്തിന്റെ വയറിന്റെ മേൽ തടവി കൊടുക്കുക. ഇതേ സമയം മറ്റൊരാൾ മയ്യത്തിന്റെ ഗുഹ്യഭാഗങ്ങളിൽ യഥേഷ്ടം വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം മയ്യത്തിനെ വീണ്ടും പഴയതുപോലെ മലർത്തി കിടത്തി മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ ഇടതു കൈകൊണ്ട് മയ്യത്തിന്റെ ഗുഹ്യഭാഗം ഉരച്ചു കഴുകുക. ഇതേ സമയം മറ്റൊരാൾ യഥേഷ്ടം വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അതെ, ഇപ്രകാരം ചെയ്തതിന് ശേഷം മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ ഇടതു കൈയിന്റെ ചൂണ്ടുവിരലിൽ ഇപ്രകാരം ഒരു ശീല ചുറ്റി മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. അതിനുശേഷം മൂക്കിലെ മ്ലേച്ഛമായ വസ്തുക്കൾ നീക്കം ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പരിപൂർണമായ വുളൂ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പരിപൂർണമായ വുളൂ ചെയ്തു കൊടുക്കുമ്പോൾ വായിൽ വെള്ളം കുപ്പിക്കുമ്പോയോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോയോ ഒന്നുമല്ല, മയ്യത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മയ്യത്തിന്റെ തല അല്പം പൊന്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തല അല്പം ഇങ്ങനെ ചെരിച്ചു കൊടുക്കുകയോ ചെയ്തതിന് ശേഷം മയ്യത്തിന് വെള്ളം കൊപ്പിളിച്ചു കൊടുക്കുകയോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയോ ചെയ്യുക. ഇനി നമുക്ക് മയ്യത്തിന് വുളൂ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മയ്യത്തിന് വുളൂ ചെയ്തു കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. വുളൂ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ മയ്യത്തിന് നിയ്യത്ത് ചെയ്തു കൊടുക്കൽ, വുളൂഇന് നിയ്യത്ത് ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. ഇനി അതിനുശേഷം ശരീരമാസകലം വെള്ളം ഒഴിച്ചു കൊടുക്കും. ശരീരമാസകലം വെള്ളം ഒഴിച്ചുകൊണ്ട് സോപ്പോ താളയോ ഉപയോഗിച്ച് ഉരച്ചു കഴുകുക. ഇതിൽ തന്നെ ആദ്യം നാം ചെയ്യേണ്ടത് മയ്യത്തിന്റെ തലഭാഗവും താടിഭാഗവുമാണ്. തലഭാഗവും താടിഭാഗവും സോപ്പോ താളയോ ഉപയോഗിച്ച് ഉരച്ചു കഴുകുക. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം തലമുടിയും താടിരോമവും
ഇതുപോലെ പല്ലുകൾ വിശാലമായ ഒരു ഷീപ്പ് കൊണ്ട് വാർന്നു കൊടുക്കേണ്ടതുണ്ട്. വാർന്നു കൊടുക്കും. ഈ സമയം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വാർന്നു കൊടുക്കുമ്പോൾ മയ്യത്തിന്റെ രോമങ്ങൾ അടർന്നു പോരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എങ്ങാനും അടർന്നു പോന്നാൽ ആ രോമം മയ്യത്തിനെ കഫൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഫൻ ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇനി മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ നീയത്ത് വെക്കൽ നിർബന്ധമില്ല എങ്കിലും നീയത്ത് വെക്കൽ സുന്നത്താണ്. മയ്യത്തിനെ കുളിപ്പിച്ചു കൊടുക്കുന്നു എന്ന് നീയത്ത് വെക്കൽ സുന്നത്താണ്. ഇനി നമുക്ക് മുഖവും താടിയും കഴുകിയതിനു ശേഷം മയ്യത്തിനെ ഇടതുഭാഗത്തിന്റെ മേൽ ചിരച്ചു കെടുത്തി വലതു പാർശ്വവും പിൻഭാഗവും സോപ്പോ താളി ഉപയോഗിച്ച് കഴുകി കൊടുക്കുക. കടിച്ചു. ഇങ്ങനെ ഇടതുഭാഗത്തിന്റെ മേൽ ചിരച്ചു കിടത്തി വലതു പാർശ്വവും പിൻഭാഗവും സോപ്പോ താളിയോ ഉപയോഗിച്ച് ഉരച്ചു കഴുകുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്രകാരം ചെയ്തു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം മയ്യത്തിനെ വലതുഭാഗത്തിന്റെ മേൽ ചിരിച്ചു കിടത്തി ഇടതു പാർശ്വവും പിൻഭാഗവും വീണ്ടും സോപ്പോ താളിയോ ഉപയോഗിച്ച് ഉരച്ചു കഴുകുക. ഇതുപോലെ ഉരച്ചു കഴുകുക. യഥേഷ്ടം വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം വീണ്ടും മലർത്തി കിടത്തി മയ്യത്തിന്റെ തല മുതൽ കാല് വരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ സമയങ്ങളിൽ എവിടെയെങ്കിലും സോപ്പോ താളിയോ തങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ പോകാൻ വേണ്ടിയാണിത്. ഈ സമയങ്ങളിലെല്ലാം നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മലർത്തി കിടത്തുമോയോ ചിരിച്ചു കിടത്തുമോ എന്നുമല്ല, മയ്യത്തിന്റെ മുഖം താഴെ തട്ടും വിധം, മയ്യത്തിന്റെ അടിയിൽ തട്ടും വിധം മയ്യത്തിന്റെ മുഖം അടിയിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അപ്പൊ നാം ഇപ്രകാരം ചെയ്തത് മയ്യത്തിന്റെ ഒരു കുളിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നാം പറഞ്ഞ 3 കുളിയുടെ സുന്നത്ത് ലഭിക്കണമെങ്കിൽ നാം പറഞ്ഞതുപോലെ ആദ്യം വെള്ളമൊന്നൊഴിച്ച് ഇടതുഭാഗത്തിന്റെ മേൽ ചിരിച്ചു കിടത്തി വലതുപാർശ്വവും പിൻഭാഗവും കഴുകി, വലതുപാർശ്വത്തിന്റെ മേൽ ചിരിച്ചു കിടത്തി ഇടതുപാർശ്വവും പിൻഭാഗവും കഴുകി, പിന്നീട് മലർത്തി കിടത്തി തല മുതൽ മൂർധാവ് മുതൽ കാല് വരെ വെള്ളം ഒന്നുകൂടെ ഒഴിച്ച് ഇങ്ങനെ 2ാമത്തെ പ്രാവശ്യം പൂർത്തിയാക്കി. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് 3 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് 3 കുളിയുടെ സുന്നത്ത് കരസ്ഥമാകുന്നത്. എന്നിട്ട് മയ്യത്തിനെ പൂർണ്ണമായി ഒന്ന് തോത്തി കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് തോത്തി കൊടുക്കും. ഇതുപോലെ മയ്യത്തിനെ പൂർണ്ണമായി ഒന്ന് തോത്തി കൊടുക്കുക. ഇതാണ് മയ്യത്തിന്റെ പരിപൂർണമായ കുളിയുടെ രൂപം. ഇതെല്ലാം നാം പഠിച്ചു വെക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹൻ അവന്റെ ബന്ധുക്കളാകുമ്പോൾ നാം എപ്പോഴാണ് അതിന് അർഹരാവുക എന്നറിയില്ലല്ലോ. അതിനാൽ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അൽ-ഹദീൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. എല്ലാവരും വ്യക്തമായി അത് വായിച്ച് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.